Hi all, welcome back. KTUവിന്റെ ഫോർത്ത് സെമിസ്റ്റർ ഇലക്ട്രിക്കലിന്റെ ഫോർത്ത് സെമിസ്റ്ററിലത്തെ ഇഇടി 202 ഡി സി മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സിലെ സെക്കൻഡ് മൊഡ്യൂളിലെ എയ്ത്ത് ലെക്ചർ സീരീസ് ആണ്. അതായത് ലാസ്റ്റ് ലെക്ചർ സീരീസ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. അതിൽ ലോസസ്, അതുപോലെ പവർ ഫ്ലോ ഡയഗ്രാം, മാക്സിമം എഫിഷ്യൻസി, അതേപോലെ പിന്നെ അപ്ലിക്കേഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ലോസസ് ഇൻ എ ഡി സി മെഷീൻ. ലോസസ് ഇൻ എ ഡി സി മെഷീൻ എന്ന് പറയുമ്പോൾ ലോസസ് നമ്മൾ ഡി സി മെഷീൻ എന്ന് പറയുമ്പോൾ ജനറേറ്റർ മോട്ടോർ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, there are three types mainly: copper losses, iron or core losses, mechanical loss. These losses are appear in heat ആയിട്ടാണ് അപ്പിയർ ചെയ്യുക. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, മെഷീന്റെ ടെമ്പറേച്ചർ കൂടും. It will be raised, that it will raise the temperature of the machine. Okay, so this raise of the temperature lower the efficiency of the machine. നമ്മൾ പറഞ്ഞു ലോസസ് ഇൻ എ ഡി സി മെഷീൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. കോപ്പർ ലോസ്, അയൺ ലോസ്, മെക്കാനിക്കൽ. ഈ കോപ്പർ ലോസ് എങ്ങനെ പറയുക വെച്ചാൽ മെഷീന്റെ എവിടെയൊക്കെയാണ് ലോസസ് ഉണ്ടാകുന്നത്. അപ്പൊ ഒന്ന് ആർമേച്ചറിലുണ്ട്, ഷണ്ട് ഫീൽഡിലുണ്ട്, സീരീസ് ഫീൽഡിലുണ്ട്. അപ്പൊ നമുക്ക് നെയിം ചെയ്യാം: ആർമേച്ചർ കോപ്പർ ലോസ്, ഷണ്ട് ഫീൽഡ് കോപ്പർ ലോസ് ആൻഡ് സീരീസ് ഫീൽഡ് കോപ്പർ ലോസ്. ദെൻ അയൺ ലോസ്, ദാറ്റ് ഈസ് ടു ടൈപ്സ്: ഹിസ്റ്ററിസിസ് ലോസ്, എഡി കറന്റ് ലോസ്. മെക്കാനിക്കൽ ലോസ്, ഫ്രിക്ഷൻ ആൻഡ് വിൻഡേജ്. ഈ മെക്കാനിക്കൽ ലോസ് പറഞ്ഞാൽ മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ മൂവിങ് പാർട്സ് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് ഫ്രിക്ഷൻ, വിൻഡേജ് പറഞ്ഞിട്ട് വന്നത്. So copper losses, first one. These losses occur due to the currents in the various windings of the machine, that is armature, shunt field and series field. So it can be named as armature copper loss, shunt field copper loss and series field copper loss. Armature copper loss എന്നതാണ്, copper loss എന്നതാണ് I square R. അപ്പോൾ ആർമേച്ചറിലായതുകൊണ്ട് ഇറ്റ് ഈസ് IA സ്ക്വയർ RA. അപ്പൊ കറണ്ടും റെസിസ്റ്റൻസും എന്ത് ചെയ്തു, ആർമേച്ചറിന്റെ അവിടെയുള്ള കറണ്ടിനും അവിടുത്തെ റെസിസ്റ്റൻസിനും എടുത്തു. അപ്പൊ ഷണ്ട് ഫീൽഡ് ആകുമ്പോൾ ഷണ്ട് ഫീൽഡിലുള്ള കറണ്ട് എന്താണ്, ISH ആണ്. അവിടുത്തെ റെസിസ്റ്റൻസ് ആണ് RSH ആണ്. സോ ഇറ്റ് ഈസ് ISH സ്ക്വയർ RSH. സീരീസ് ഫീൽഡ് കോപ്പർ ലോസ് ആകുമ്പോൾ ISC സ്ക്വയർ ഇൻറ്റു RC. സോ കോപ്പർ ലോസസ് ഓൾസോ occur in interpole field winding and compensating field winding and must be accounted if required. ഒരു പ്രോബ്ലത്തിൽ പറയണം there will be copper loss in interpole winding and compensating winding എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, എടുക്കണം. Also note that there is also brush contact loss due to brush contact resistance, that is the resistance between the surface of brush and surface of commutator. This loss is generally included in armature copper loss. അപ്പോൾ അവർ പറയും there will be this type this much of loss എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അയൺ ഓർ കോർ ലോസസ്. These losses occur in the armature of a DC machine and are due to the rotation of the armature in the magnetic field of the poles. ഇത് ആർമേച്ചർ ഓഫ് എ DC മെഷീനിലാണ് ഉണ്ടാവുക. അപ്പോൾ എന്താണ് ഇത് എങ്ങനെ ഉണ്ടാവുന്നത്, റൊട്ടേഷൻ ഓഫ് ആർമേച്ചർ മാഗ്നറ്റിക് ഫീൽഡ് പോളിൽ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അത് രണ്ട് ടൈപ്പ് ആണുള്ളത്, ഹിസ്റ്ററിസിസ് ലോസ് ഉണ്ട്, എഡി കറന്റ് ലോസ് ഉണ്ട്. So first one, hysteresis loss. This loss occurs in armature of the DC machine. നമ്മൾ already പറഞ്ഞു. Since any given part of the armature is subjected to magnetic field reversals as it passes under successive forces. ഈ magnetic reversals ഉണ്ടാവുമ്പോൾ മാത്രമല്ല successive forces കൂടെ flow ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, there will occur hysteresis loss. Now let us go through how hysteresis loss is happening. Look into this picture. Okay, it shows an armature rotating in a two-pole machine. Okay, an armature rotating in a two-pole machine. Consider a small piece AB of the armature. When the piece AB is under north pole, the magnetic lines pass from A to B. After the half of the revolution, or it rotates half of the area, then the same piece iron is reversed as BA and it comes under south pole. So the magnetism in the iron is reversed. In order to reverse continuously the molecular magnets in the armature core, same amount of power has to be spent. It is called hysteresis loss. അപ്പോൾ ഏത് പവർ ആണ് സ്പെൻഡ് ചെയ്യണം അതിനാണ് നമ്മൾ പറയുന്നത് hysteresis loss. It is given by Siemens formula. This is the formula. Here you can see Bmax is the maximum flux density in armature. F is the frequency of magnetic reversal, that is Np by 120, where N is in the
RPM. V is the volume of the armature in meter cube. Don't take it as voltage. V is volume of armature in meter cube. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. Eta, Stevens hysteresis coefficient. So how can we reduce this hysteresis loss? The armature core is made of such materials which have a low value of this coefficient, that is silicon steel. Now we are moving to eddy current loss. There will be a circulating current in addition to the voltage induced in the armature conductors. It is shown in the figure, and I will show in the next PPT, next slide. These voltages produce circulating currents in the armature core. These are called eddy currents, and power loss due to their flow is called eddy current loss. The eddy current loss appears as heat, which raises the temperature of the machine and lowers its efficiency. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഈ നമ്മളുടെ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുമല്ലോ ആർമേച്ചർ കോറിൽ. അതുകൊണ്ട് തന്നെ ആർമേച്ചർ കോറിൽ ചെറിയ വോൾട്ടേജ് വേറെ നമ്മളുടെ ആർമേച്ചർ കോറിൽ മൊത്തത്തിലെ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്ന ആർമേച്ചർ കണ്ടക്ടേഴ്സിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് അഡീഷണൽ ആയിട്ട് ചെറിയ വോൾട്ടേജ് ആർമേച്ചർ കോറിൽ ഇൻഡ്യൂസ് ചെയ്യും. അത് കാരണം കൊണ്ട് അവിടെ ഒരു സർക്കുലേറ്റിംഗ് കറന്റ് ഉണ്ടാവും, അതിന് ആർമേച്ചർ കോറിൽ ഉണ്ടാവും. ഓക്കെ, ഇതിനാണ് എഡ്ഡി കറന്റ് പറയുന്നത്. ഈ എഡ്ഡി കറന്റ് കാരണം കൊണ്ട് ഉണ്ടാവുന്ന പവർ ലോസിനെയാണ് നമ്മൾ പറയുന്നത് എഡ്ഡി കറന്റ് ലോസ് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു എഡ്ഡി കറന്റ് ലോസ് എന്താണ്? ഇറ്റ് അപ്പിയർസ് ആസ് ഹീറ്റ് വിച്ച് റൈസസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ മെഷീൻ. വൺസ് ടെമ്പറേച്ചർ ഓഫ് ദ മെഷീൻ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? എഫിഷ്യൻസി ലോവർ ചെയ്യും. If a continuous solid iron is used, the resistance to eddy current path will be small due to large cross-sectional area of the core. ഇനി നമ്മളൊരു ചെറിയൊരു സോളിഡ് അയൺ കോർ ആണ് യൂസ് ചെയ്യുന്നത് വിചാരിക്കാം. അപ്പൊ റെസിസ്റ്റൻസ് ടു എഡ്ഡി കറന്റ് പാത്ത് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും റെസിസ്റ്റൻസ് എഡ്ഡി കറന്റിനുള്ള, due to large cross-sectional area. Consequently, the magnitude of eddy current and hence eddy current loss will be large. The magnitude of eddy current can be reduced by making core resistance as high as practical. അതായത് ഈ എഡ്ഡി കറന്റ് ഫ്ലോ ചെയ്യുന്നതിന്റെ കോർ റെസിസ്റ്റൻസ് ഹൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലോനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ലോസസും റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ആ സർക്കുലേറ്റിംഗ് കറന്റ് പറഞ്ഞിട്ട് ആർമേച്ചർ കോറിലുള്ള ആർമേച്ചർ കണ്ടക്ടറിൽ കാരണം കൊണ്ട് ഇവിടെ ഒരു ചെറിയ വോൾട്ടേജ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി കോർ റെസിസ്റ്റൻസ് ക്യാൻ ബി ഗ്രേറ്റ്ലി ഇൻക്രീസ്ഡ്. ഈ കോർ റെസിസ്റ്റൻസ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം? ബൈ കൺസ്ട്രക്ടിങ് ദ കോർ ഓഫ് തിൻ റൗണ്ട് അയൺ ഷീറ്റ്സ് കോൾഡ് ലാമിനേഷൻസ്. അതായത് തിൻ ആയിട്ടുള്ള ഒറ്റയടിക്കുള്ള ഒരു പീസ് വെക്കാതെ തിൻ ആയിട്ടുള്ള പീസസ് റൗണ്ടഡ് കോർണർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനാണ് ലാമിനേഷൻസ് പറയും. The laminations are insulated from each other with a coating of varnish. Each laminations are insulated with a coating of varnish. The insulating coating has a high resistance. Our high resistance. So very little current flows from one lamination to another. Also, because each lamination is very thin, the resistance to current flowing through the width of the lamination is also quite large. The laminating of a core, അപ്പൊ ഒരു കോർ നമ്മൾ ലാമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റെസിസ്റ്റൻസ്, കോർ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ വി കൻ റെഡ്യൂസ് ദ എഡ്ഡി കറന്റ് ആൻഡ് ഹാൻസ് ദ എഡ്ഡി കറന്റ് ലോസ്. സോ എഡ്ഡി കറന്റ് ലോസിന്റെ ഇക്വേഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓൾസോ ശ്രദ്ധിക്കുക, ഇവിടുത്തെ വി എന്ന് പറഞ്ഞാൽ വോളിയൂം ആണെന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക. ഇവിടുത്തെ കെ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അവിടെ ഈറ്റ് ആയിരുന്നു, ഇവിടെ കെ ഇ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഡിപെൻഡിങ് അപ്പോൺ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് കോർ ആൻഡ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് യൂസ്ഡ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതി വെക്കുക, ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. കാരണം പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാനുള്ളതാണ്. ഓക്കെ, നൗ one more thing you need to note it, that is the eddy current loss depends upon the square of lamination thickness. For this reason, lamination thickness should be kept as small as possible. eddy current depend on the square of lamination ആണ്, അതുകൊണ്ട് തന്നെ maximum lamination thin ആക്കിയിട്ട് kept ചെയ്യണം. Next, mechanical losses. That is, they are due to friction and windage. Friction loss means bearing friction, brush friction, and windage loss means air friction of rotating armature. These losses depend upon the speed of the machine.
But for a given speed, they are practically constant. Note that iron loss and mechanical loss together are called as stray losses. അപ്പോൾ ഈ മെക്കാനിക്കൽ ലോസിനും അയൺ ലോസിനും കമ്പൈൻ ചെയ്ത് പറയുന്നത് സ്ട്രേ ലോസസ് ആണ്. മാത്രമല്ല ഒരു ഗിവൺ സ്പീഡിന് പ്രാക്ടിക്കലി മെക്കാനിക്കൽ ലോസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ്. ഇനി കോൺസ്റ്റന്റ് ആൻഡ് വേരിയബിൾ ലോസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതായത് ഏതൊക്കെ ലോസ് ആണ് കോൺസ്റ്റന്റ്, ഏതൊക്കെ ലോസ് ആണ് വേരിയബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇത്രയും കാലം നേരത്തെ പഠിച്ചില്ലേ, അതിന് നമ്മൾ കോൺസ്റ്റന്റ് ലോസസും വേരിയബിൾ ലോസസും എന്തൊക്കെയാണ് നോക്കണം. അപ്പൊ ലോസസ് ഇൻ എ DC മെഷീൻ ഓർ DC motor, that is DC generator or DC motor, may be subdivided into two, that is constant losses and variable losses. I have already told that constant losses comes under, that is the iron losses, mechanical losses, and also shunt field losses. These three losses comes under the constant losses. അപ്പൊ എങ്ങനെയാണ് കോൺസ്റ്റന്റ് ലോസസ് പറയുന്നത്? Those losses in a DC generator which remain constant at all loads are known as constant losses. എവിടൊക്കെ നമ്മുടെ DC മെഷീനിൽ ലോസസ് കോൺസ്റ്റന്റ് ആയി നിൽക്കണോ അതിനൊക്കെ കോൺസ്റ്റന്റ് ലോസസ് അറിയാം. ഓക്കെ, അപ്പൊ ഷണ്ട് ഫീൽഡ് ലോസസും കോൺസ്റ്റന്റ് ആണെന്ന് പറയാൻ കാരണം അവിടുത്തെ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് അതിനെ പോകുന്ന കറണ്ട് എന്താണ്? വേരിയബിൾ ലോസസ്. These losses in a DC generator when vary with the load are called വേരിയബിൾ ലോസസ്. എന്തുകൊണ്ടാണ്? ലോഡ് വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവിടുത്തെ ലോസസ് എന്ത് ചെയ്യും? വേരി ചെയ്യും. കാരണം ലോഡ് എടുക്കുന്നതിനനുസരിച്ചിട്ട് അതിനെ പോകുന്ന കറന്റ് എന്ത് ചെയ്യും? വേരി ചെയ്യും. അത് വേരി ചെയ്യണോണ്ട് തന്നെ ആർമേച്ചറിലും വേരിയേഷൻ വരും, സീരീസ് ഫീൽഡിലും എന്ത് ചെയ്യും? വേരിയേഷൻ വരും. പക്ഷെ ഷണ്ട് ഫീൽഡിൽ അവിടെ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. Therefore, copper losses in armature winding, that is armature copper loss in series field winding, that is series field copper loss. ഇത് രണ്ടും എന്താണ്? വേരിയബിൾ ലോസസ് ആണ്. Therefore, total losses is equal to constant losses plus variable losses. Okay. Field copper loss is constant for shunt and compound generator. എപ്പോഴും ആലോചിച്ച് വെക്കുക. Okay. Now we are moving to power stages. The various power stages in a DC generator are represented diagrammatically like this. So there will be a initial condition, mechanical power input. After the iron and friction losses, it comes under the electric power developed in armature, that is EG into IA. Electric power develop. After copper loss, you will get electric power output. ആദ്യം ആ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഒരു മെക്കാനിക്കൽ പവർ ഇൻപുട്ട് വരണം. അയൺ ആൻഡ് ഫ്രിക്ഷൻ ലോസ് കഴിഞ്ഞു കഴിഞ്ഞാലാണ് പിന്നെ എന്ത് ചെയ്യാണ്? ഇലക്ട്രിക് പവർ ഡെവലപ്പ് ചെയ്യുക അവിടെ ആർമേച്ചറിൽ. അത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ എന്ത് ചെയ്യുക? ഇലക്ട്രിക് പവർ ഔട്ട്പുട്ട് കിട്ടുക, അല്ലെ? അപ്പൊ ഇതിന് EG ഇൻറ്റു ഐ എന്ന് കഴിഞ്ഞാൽ കോപ്പർ അവിടുത്തെ ആർമേച്ചറിന്റെ കോപ്പർ ലോസ് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ പവർ ഇൻപുട്ട് കിട്ടും. അപ്പൊ ഇതാണ് ഒരു പവർ സ്റ്റേജസ് ഡയഗ്രാം. അപ്പൊ A മൈനസ് ബി, ദാറ്റ് ഇസ് മെക്കാനിക്കൽ പവർ ഇൻപുട്ട് മൈനസ് ഇലക്ട്രിക് പവർ ഡെവലപ്ഡ് ഇൻ ആർമേച്ചർ എന്ന് പറയുന്നത് അയൺ ആൻഡ് ഫ്രിക്ഷൻ ലോസസ് ആണ്. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് B മൈനസ് സി, ദാറ്റ് ഇസ് ഇലക്ട്രിക് പവർ ഡെവലപ്ഡ്, അതെ, ഇലക്ട്രിക് പവർ ഡെവലപ്ഡ് കോപ്പർ ലോസസിനെ കുറച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇലക്ട്രിക് പവർ output. So what is mechanical efficiency? Mechanical efficiency കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? It is B by A ചെയ്താൽ മതി. That is eta m എന്ന് പറഞ്ഞാൽ എന്താണ്? EG into IA divided by mechanical power input. What is electrical efficiency? Electrical efficiency is C by B, or eta C is equal to C by B, where C is VIL and B is EGIA. It is substituted here. Now we are moving to commercial or overall efficiency, that is eta C, that is C by A, where V, അതായത് ഏറ്റവും ലാസ്റ്റ് ഔട്ട്പുട്ട് divided by input, that is VIL divided by mechanical power input. Clearly we can see that eta C is equal to eta M into eta C. Unless otherwise stated, commercial efficiency is always understood. That is, now commercial efficiency ആണ് eta C ആണ് എന്താണ്? C by A എന്ന് പറഞ്ഞാൽ output by input ആണ്, where output is input minus losses and input is again redundant. ഇത്രയും equations ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, നമുക്ക് പ്രോബ്ലത്തിന് ആവശ്യം വരും. Now condition for maximum efficiency. What are the conditions for maximum efficiency? That is going to discuss in this slide. The efficiency of a generator is not constant. Always the efficiency of a generator is not constant. Why? Because or but varies with load. കാരണം എന്താണ്? Efficiency ലോഡിനായിട്ട്
കമ്പയർ ചെയ്യുമ്പോൾ വേരി ചെയ്യും. കാരണം ലോഡ് വേരി ചെയ്യണം. അപ്പോൾ ഡെഫിനറ്റ്ലി ആയിട്ട് ഔട്ട്പുട്ട് വേരിയേഷൻ വരും. ഔട്ട്പുട്ട് വേരി ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആയിട്ട് എഫിഷ്യൻസി വേരി ചെയ്യും. Now consider a shunt generator delivering a load current IL at a terminal voltage V. So the generator input എന്തായിരിക്കും? V into IL ആയിരിക്കും. Generator output എന്ന് പറഞ്ഞാൽ output plus losses ആണ്. അല്ലെ? Generator input എന്ന് പറഞ്ഞാൽ output plus losses അല്ലേ? Generator input തെറ്റരുത്. Output plus losses. അതായത് ജനറേറ്റ് ഒരു കാര്യം ഇൻപുട്ടിൽ ജനറേറ്റ് ചെയ്തു, ലോസസ് കഴിഞ്ഞിട്ട് അതിന്റെ കിട്ടുന്ന ഔട്ട്പുട്ട് അപ്പൊ രണ്ടും കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ജനറേറ്റർ ഇൻപുട്ട്. സോ ജനറേറ്റർ ഔട്ട്പുട്ട് എന്താണ്? വി ഇൻറ്റു ഐ എൽ. ലോസസ് പറഞ്ഞാൽ വേരിയബിൾ ലോസസ് ഉണ്ട്, കോൺസ്റ്റന്റ് ലോസസ് ഉണ്ട്. വേരിയബിൾ ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷണ്ട് ഫീൽഡ് ആകുമ്പോൾ ഐ എ സ്ക്വയർ ആർ എ പ്ലസ് കോൺസ്റ്റന്റ് ലോസസിന് ഡബ്ല്യു സി നിർത്തും. ഈ ഐ എ സ്ക്വയർ ആർ എന്ന് പറഞ്ഞാൽ ഐ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷണ്ട് മോട്ടോർ നോക്കി വെക്കുക, ഐ എൽ പ്ലസ് ഐ എസ് എച്ച് ആണ്. അപ്പൊ വി ഐ എൽ പ്ലസ് ഐ എസ് എച്ച് ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ എ പ്ലസ് ഡബ്ല്യു സി. ഇത് ഐ എ എന്താണെന്ന് വെച്ചത്. ദ ഷണ്ട് ഫീൽഡ് കറന്റ് ഐ എസ് എച്ച് ഈസ് ജനറലി സ്മോൾ ആസ് കമ്പയർ ടു ഐ എൽ. ഈ ഷണ്ട് ഫീൽഡ് കറന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി എന്താണ്? ഐ എല്ലിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മോൾ ആണ്. ആൻഡ് therefore can be neglected. Therefore the generator input will be VIL IL square RA plus WC. Now we are moving to efficiency, that is output by input, that is VIL divided by VIL plus IL square RA plus WC. ഈ VIL ഉം VIL ഉം നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ഓരോ ഇതിനും വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ മുകളിൽ എന്തായി? 1 ആയി. ഇവിടെ VIL by VIL വന്നപ്പോ 1 ആയി. IL square RA by VIL ചെയ്തപ്പോ എന്തായി? IL RA by V plus WC V into IL. Now the efficiency will be maximum when the denominator of the equation is minimum. The denominator of the equation minimum ആയി കഴിഞ്ഞാൽ we can say efficiency maximum ആയിരിക്കും. നമുക്ക് maximum efficiency ഉള്ളത്. So we are derivating the term with IL, that is d by DIL into d by DIL of IL RA V plus WC VIL is equal to 0. Or we can say that RA by V minus WC by VIL square is equal to 0. Or it is RAV is equal to WC VIL square, or RAIL square is equal to WC. RA is equal to WC പറയാൻ എന്താണ്? ഇവിടെ V യും V യും വെട്ടിക്കളഞ്ഞു. അപ്പൊ RAIL square is equal to ഇവിടെ V രണ്ടും പോയില്ലേ, WC. അപ്പോൾ IL square RA പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, it is variable loss, WC ആണ് constant loss. So maximum efficiency will occur when എന്താണ്? Variable losses is equal to constant loss. Okay. The current corresponding to maximum efficiency is given by IL is equal to WC by RA. ഇവിടെ നമ്മൾ IN approximately equal to IA എടുക്കുന്നത്. കാരണം എന്താണ്? ISH വളരെ സ്മോൾ ആണെന്നാണ്. അപ്പോൾ IA is equal to IL plus ISH ആയിരിക്കും. അപ്പോൾ അതിൽ ISH വളരെ സ്മോൾ ആയ it is approximately equal to IL is approximately equal to IA. Hence the efficiency of a DC generator will be maximum when the load current is such that variable loss is equal to the constant loss. Now the figure shows the variation of efficiency with the load current. ഇത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ വാല്യൂ കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഈ ഒരു വാല്യൂലാണ് മാക്സിമം എഫിഷ്യൻസി കിട്ടുക. ആ മാക്സിമം എഫിഷ്യൻസി ആണ് IL is equal to root of WC by RA ആവുന്ന കണ്ടീഷനാണ്. അപ്പൊ എപ്പോഴും ആലോചിക്കുക, വേരിയബിൾ ലോസ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ലോസ് എന്നുള്ള കണ്ടീഷൻ, ദാറ്റ് ഈസ് IL square RA is equal to WC എന്നുള്ള കണ്ടീഷനിലാണ് we are getting the maximum efficiency. Now we are moving to last topic. Lectures is the last topic is second module. That is application of DC generators. Appo shunt generator application, series generator application, compound generator application separate ആയിട്ട് പറയുന്നു. Shunt generators with field regulators are used for ordinary lighting and power supply purposes. Shunt generator with field regulators use ചെയ്തിട്ട് നമ്മൾ ordinary lighting ഉം power supply purposes use ചെയ്യുന്നു. They are also used for charging batteries because their terminal voltages are almost constant or can be kept constant. അതുപോലെ ബാറ്ററി ചാർജിങ് അങ്ങനത്തെ പർപ്പസിനൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ഷണ്ട് ജനറേറ്റേഴ്സ് യൂസ് ചെയ്യും. കാരണം എന്താണ്? അതിന്റെ ടെർമിനൽ വോൾട്ടേജ് ഓൾമോസ്റ്റ് എന്താണ്? കോൺസ്റ്റന്റ്. വാട്ട് അബൌട്ട് സീരീസ് ജനറേറ്റർ? They are not used for power supply because of their rising characteristics. Series generator rising characteristics ഉള്ളതുകൊണ്ട് പവർ സപ്ലൈയുടെ
ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാറില്ല. However, their rising characteristics make them suitable for being used as boosters. Boosters ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും in certain types of distribution system, particularly in railway service. Okay, now compound generators. The cumulative compound generator is the most widely used DC generator because its external characteristics can be adjusted for compensating the voltage drop in the line resistance. Cumulative compound എന്തായിട്ട് widely യൂസ് ചെയ്യുന്നത് എന്തായിട്ട് DC generator അത് external characteristics നമുക്ക് adjust ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, voltage drop in line resistance നെ compensate ചെയ്യാൻ പറ്റും. And such generators are used for motor driving which require DC supply at constant voltage, for lamp loads and for heavy power reserves such as electric railways. അപ്പോൾ ഈ ഇലക്ട്രിക് റെയിൽവേസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോമ്പൗണ്ട് ജനറേറ്റർ ആണ്. The differential compound generator has an external characteristics similar to that of a shunt generator, but with large demagnetization armature reaction. Hence, it is widely used in arc welding where large voltage drop is desirable with increasing current. സോ നമ്മളുടെ ലെക്ചർ സീരീസ്, അതായത് മൊഡ്യൂൾ 2ന്റെ ലെക്ചർ സീരീസുകൾ കഴിഞ്ഞു. ഇനി പ്രോബ്ലംസ് വെച്ചിട്ട് ട്യൂട്ടോറിയൽ 1 2 ട്യൂട്ടോറിയൽ ഞാൻ സമയത്തിനനുസരിച്ച് ഇട്ടുതരാം. ഓക്കെ, താങ്ക് യു.